ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ശില്പികളാണ് യുവജനങ്ങളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി തിരുവല്ലയിലും തിരുവനന്തപുരത്തും പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, CPIM ജനറൽ സെക്രട്ടറി MA ബേബി തുടങ്ങിയവരും സംസ്ഥാനത്ത് പ്രചാരണത്തിൽ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഇന്ധന വിതരണം സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും അനാവശ്യമായ LPG ബുക്കിംഗ് ഒഴിവാക്കണമെന്നും നിർദ്ദേശം. സഹനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും സന്ദേശവുമായി നാളെ ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ബാങ്കോക്കിൽ നടന്ന ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യയുടെ ശ്യാം സുന്ദർ സ്വാമിക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ശില്പികളാണ് യുവാക്കളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാഭ്യാസം പ്രധാന പങ്കുവഹിക്കുന്നതായി പറഞ്ഞ അദ്ദേഹം രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസം പ്രയോജനപ്പെടുത്തണമെന്ന് വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. ബീഹാറിലെ മോത്തിഹാരിയിൽ മഹാത്മാഗാന്ധി കേന്ദ്ര സർവകലാശാലയുടെ 3ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി സ്വർണ്ണ മെഡലുകൾ സമ്മാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി മുന്നണികൾ. NDAയ്ക്കായി BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തി. തിരുവല്ലയിലും തിരുവനന്തപുരത്തും ശ്രീ മോദി പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. വിശദാംശങ്ങളിലേക്ക്. NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം വൈകിട്ട് 4 മണിക്ക് തിരുവല്ലയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശേഷമാണ് ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത്ഷാ, നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആലപ്പുഴയിലെ UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കൊച്ചി, കുന്നത്തുനാട് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിലും ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരും UDFനായി പ്രചാരണത്തിലാണ്. LDFനായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി കോട്ടയം ജില്ലയിൽ പ്രചാരണത്തിനെത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംബന്ധിച്ചു. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ഹോം വോട്ടിംഗിനായി അപേക്ഷ നൽകിയ 2 ലക്ഷത്തിലേറെ വോട്ടർമാരിൽ 90% പേരും വോട്ട് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അവശ്യ സേവന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തം. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ L മുരുകൻ, സംസ്ഥാന BJP മുൻ അധ്യക്ഷൻ അണ്ണാമലൈ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും DMK സ്ഥാനാർത്ഥിയുമായ MK സ്റ്റാലിൻ നാഗർകോവിലിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയും പ്രചാരണ രംഗത്ത് സജീവമാണ്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പശ്ചിമബംഗാളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വോട്ടർമാർ ഭയപ്പെടേണ്ടതില്ലെന്നും അക്രമം, ഭീഷണി, പ്രലോഭനം എന്നിവയ്ക്ക് വഴങ്ങരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 4660 അനുബന്ധ പോളിംഗ് സ്റ്റേഷനുകൾ കൂടി സജ്ജമാക്കാൻ കമ്മീഷൻ അനുമതി നൽകി. ഈ മാസം 23, 29 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പുതുച്ചേരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു. എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണ പരിപാടികളാണ് നടക്കുന്നത്. NDAയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി BJP മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ മൻസുഖ് മാണ്ഡവ്യ മാഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. CPIM ഇന്ന് പുതുച്ചേരിയിൽ പ്രകടന പത്രിക പുറത്തിറക്കി. ECI നെറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പരിശോധിക്കാനാകുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിദ്യാഭ്യാസ യോഗ്യത, ക്രിമിനൽ പശ്ചാത്തലം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സത്യവാങ്മൂലം വോട്ടർമാർക്ക് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. ഈ മാസം 9 വോട്ടെടുപ്പ് നടക്കുന്ന അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലേക്കുമായി ആകെ 1955 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്.
പശ്ചിമബംഗാളിലെ മാൾഡയിൽ 7 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവത്തിൽ കാലിയചക്കിലെ BDO ഓഫീസിൽ NIA സംഘമെത്തി. ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിയ ഡ്രൈവർമാരെയും സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സഹനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശം, അന്ത്യ അത്താഴം, പീഡാനുഭവങ്ങൾ, കുരിശുമരണം എന്നിവയെ അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിന് സമാപനം കുറിക്കുന്നതാണ് ഈസ്റ്റർ. നാളെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവർ ഈസ്റ്റർ ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. അമേരിക്ക മുന്നോട്ട് വച്ച 48 മണിക്കൂർ വെടിനിർത്തൽ കരാർ തള്ളി ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മൂന്നാം കക്ഷി മുഖേനയാണ് അമേരിക്ക നിർദ്ദേശം സമർപ്പിച്ചത്. നിലവിൽ ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ഇറാനും ആക്രമണം ശക്തമാക്കി. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പെട്രോൾ, ഡീസൽ എന്നിവ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും അനാവശ്യമായ LPG ബുക്കിംഗ് ഒഴിവാക്കണമെന്നും മന്ത്രാലയം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. LPG വിതരണ കേന്ദ്രങ്ങളിൽ ലഭ്യമായ 5 കിലോഗ്രാമിന്റെ പാചകവാതക സിലിണ്ടറുകൾ സാധുവായ തിരിച്ചറിയൽ രേഖകൾ കാണിച്ച് വാങ്ങാവുന്നതാണ്. അതിനായി വിലാസം തെളിയിക്കുന്ന രേഖകൾ ആവശ്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ LPG ടാങ്കർ ഗ്രീൻ സാൻവി ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ട് സുരക്ഷിതമായി യാത്ര തുടരുന്നതായി കേന്ദ്ര സർക്കാർ. 400-ലധികം നാവികരുള്ള 17 ഇന്ത്യൻ കപ്പലുകൾ കൂടി നിലവിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. ഇതുവരെ 1130 ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും സർക്കാർ വ്യക്തമാക്കി. ഗുജറാത്ത് ജാംനഗറിലെ വാദിനാറിൽ നിന്ന് ഇറാനിയൻ അസംസ്കൃത എണ്ണക്കപ്പൽ ചൈനയിലേക്ക് വഴിതിരിച്ചു വിട്ടതായി പ്രചരിക്കുന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇറാനിൽ നിന്നുൾപ്പെടെ ഇന്ത്യൻ റിഫൈനറികൾ രാജ്യത്തിനാവശ്യമായ ക്രൂഡ് ഓയിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നാസയുടെ ആർട്ടമിസ് 2 ദൌത്യം മനുഷ്യരാശിയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് ISRO ചെയർമാൻ V. നാരായണൻ. 1969 ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ചന്ദ്രനെ വലം വെച്ചുകൊണ്ടുള്ള ഈ പരിക്രമണ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. Artemis program, again, after 53-54 years, they want to go for landing. It's a great effort towards the development of the human scientific endeavor. I am 100% sure this mission will be a grand successful mission leading to the landing later. The Artemis 3, they are planning for landing, and it's a very, very important mission for the human beings. ബാങ്കോക്കിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസ് കോമ്പൗണ്ട് പുരുഷ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ ശ്യാം സുന്ദർ സ്വാമിക്ക് വെങ്കലം. പാരീസ് പാരാലിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് കൂടിയായ ഇന്ത്യയുടെ തന്നെ രാകേഷ് കുമാറിനെ പരാജയപ്പെടുത്തിയാണ് ശ്യാം സുന്ദർ വെങ്കലം സ്വന്തമാക്കിയത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വൈകുന്നേരം നടന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് 6 വിക്കറ്റിന് വിജയിച്ചു. കേരളം, മാഹി, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഝാർഖണ്ഡിൽ നാളെ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ, സിക്കിം, തെലങ്കാന എന്നിവിടങ്ങളിലും നാളെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ശില്പികളാണ് യുവജനങ്ങളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി തിരുവല്ലയിലും തിരുവനന്തപുരത്തും പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി MA ബേബി തുടങ്ങിയവരും സംസ്ഥാനത്ത് പ്രചാരണത്തിൽ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഇന്ധന വിതരണം സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും അനാവശ്യമായ LPG ബുക്കിംഗ് ഒഴിവാക്കണമെന്നും നിർദ്ദേശം. സഹനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും സന്ദേശവുമായി നാളെ ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ബാങ്കോക്കിൽ നടന്ന ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യയുടെ ശ്യാം സുന്ദർ സ്വാമിക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.